നമസ്കാരം, ഞാൻ ഷാജി മഞ്ചരി. രാമായണ കഥാമൃതത്തിൽ ഒരു കഥ കേട്ടിട്ട് എത്ര രോമാഞ്ചജനകമായ കഥ എന്ന് രാമൻ പറഞ്ഞ രാമായണത്തിലെ ഒരു സംഭവം. വിശ്വാമിത്രൻ്റെ യാഗം രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വിശ്വാമിത്രൻ്റെ കൂടെ രാമലക്ഷ്മണന്മാർ പോകുന്ന കൗമാരദശയിൽ വിശ്വാമിത്രനോടൊപ്പം അവർ സഞ്ചരിക്കുകയാണ്. ഓരോ ദിവസവും വിശ്വാമിത്രൻ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അതുമായി ബന്ധപ്പെട്ട മനോഹരങ്ങളായ കഥകൾ പറയും. രാമായണം മുഴുവൻ കഥകളും ഉപകഥകളും കൊണ്ട് സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ദിവസവും തുടർച്ചയായിട്ട് നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് കഴിയുന്നത്. കഥകളാൽ സമ്പന്നമായ രാമായണം, അതിൻ്റെ പാരായണം ചെയ്യുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള വായന നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പുതിയ തെളിച്ചങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ മാത്രമാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. നമ്മൾ കേട്ടതല്ലാതെ മറ്റു കഥകൾ, മറ്റുപകഥകൾ അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് തോന്നുന്ന ഭാഗമാണ് ഞാൻ സാധാരണ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ രാമനെ രോമാഞ്ചം കൊള്ളിച്ച ഒരു കഥ. അതിൻ്റെ തുടക്കം രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയും കൂടെ ഗംഗാ നദിയെ കണ്ടെത്തുന്നു. അല്ലെങ്കിൽ ഗംഗാനദിയുടെ കരയിലെത്തുമ്പോൾ താമരകൾ നിറഞ്ഞ, വളരെ മനോഹരമായ പക്ഷികളെ കൊണ്ട് നിറഞ്ഞ, കളകളാരവ ശബ്ദം മുഴക്കുന്ന ഗംഗാനദിയെ കണ്ടപ്പോൾ രാമൻ വിശ്വാമിത്രനോട് ചോദിക്കുന്നു, എത്ര സുന്ദരമാണ് ഈ ഗംഗാനദി, ഭൂമിയിലൂടെ ഒഴുകുന്ന ഈ ഗംഗാനദിയുടെ ആ കഥ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറയുന്നു. അതനുസരിച്ച് വിശ്വാമിത്ര മഹർഷി ഗംഗാനദി, സ്വർലോക നദിയായിരുന്ന ഗംഗാനദി എങ്ങനെ ഭൂമിയിലേക്ക് എത്തി എന്ന് പറയുകയാണ്. ഹിമവാന്റെ 2 പെൺമക്കളായിരുന്നു പാർവതിയും ഗംഗയും. ഗംഗയാണ് മൂത്ത പുത്രി. ഇവർ രണ്ടുപേരും അധികം സുന്ദരിമാരായിരുന്നു, ആര് കണ്ടാലും മോഹിക്കുന്ന സുന്ദരിമാരായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ഹിമവാന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഗംഗാ നദിയെ ഞങ്ങൾക്കെല്ലാവർക്കുമായി, ഗംഗാ നദിയല്ല, അന്ന് ഗംഗയാണ്, ഗംഗയെ ഞങ്ങൾക്കെല്ലാവർക്കുമായി വിട്ടു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവന്മാരെല്ലാവരും കൂടെ ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹിമവാൻ പറഞ്ഞു, എല്ലാവർക്കും കൂടെ വിട്ടു തരിക പ്രയാസമാണ്, ഏതായാലും എന്നിൽ നിന്നാണ് എല്ലാ നദികളുടെയും ഉത്ഭവം, ഞാൻ ഗംഗയെ സ്വർലോകത്തെ നദിയാക്കി മാറ്റിത്തരാം. അങ്ങനെ ഗംഗയെ സ്വർലോകത്തേക്ക് ഒഴുകുവാൻ അനുവദിക്കുകയാണ്. അതിന് ഇളയവളായിട്ടുള്ള ഗൗരി അല്ലെങ്കിൽ ഉമ അല്ലെങ്കിൽ പാർവതി കഠിനമായ തപസ് ചെയ്തിട്ട് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി ശിവന്റെ ഭാര്യയുമായി. ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഗംഗ സ്വർലോക നദിയായിട്ട് ഒഴുകുമ്പോഴാണ് ഭൂമിയിൽ സഗരൻ എന്ന രാജാവ്, അദ്ദേഹത്തിന് 2 ഭാര്യമാരായിരുന്നു. ഒന്ന് കേശിനിയും മറ്റൊന്ന് സുമതിയും. ഈ സഗരന് മക്കളില്ലാഞ്ഞിട്ട് സഗരൻ കഠിനമായ തപസ് ആരംഭിച്ചു. ഈ തപസ്സിന് ഫലമായിട്ട് ഭൃഗു മഹർഷി ഒരു ഉപദേശം കൊടുക്കുന്നു. ഭൃഗു മഹർഷി അനുഗ്രഹിച്ചിട്ട് പറയുന്നു, നിങ്ങൾക്ക് 2 ഭാര്യമാർക്ക് ഞാൻ 2 വരം നൽകാം. ഒരാൾക്ക് ഒരു മകനുണ്ടാവും, മറ്റൊരാൾക്ക് 60,000 മക്കളുണ്ടാവും. ഇതിൽ ആരെ വേണമെന്ന് ഭാര്യമാർക്ക് തീരുമാനിക്കും. അങ്ങനെ ഭാര്യമാർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് മൂത്തവളായിട്ടുള്ള കേശിനി പറഞ്ഞു, എനിക്കൊരു പുത്രൻ മതി. ഇളവളായിട്ടുള്ള അല്ലെങ്കിൽ ഇളയ ഭാര്യ ആയിട്ടുള്ള സുജാത പറഞ്ഞു, സുമതി പറഞ്ഞു, എനിക്ക് 60,000 മക്കൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭൃഗു മഹർഷി 2 പേരെ അനുഗ്രഹിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് കേശിനിക്ക് ഒരു പുത്രൻ ജനിക്കുന്നു. അവൻ്റെ പേര് അസമഞ്ജസൻ എന്നായിരുന്നു, ഒരു പ്രത്യേക പേരാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് പുരാണത്തിലെ പേരുകളാണ്. അങ്ങനെയാണ് ഇത്രയും വ്യത്യസ്തമായ മനോഹരമായ പേരുകൾ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കിക്കാണുന്നുണ്ട്. ഈ കേശിനിക്ക് ഉണ്ടായ പുത്രൻ്റെ പേര് അസമഞ്ജസൻ എന്നായിരുന്നു. ഈ അസമഞ്ജസന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അസമഞ്ജസൻ ജനിച്ചപ്പോൾ മുതലേ ക്രൂരതയുള്ള സ്വഭാവത്തോടു കൂടിയ ആളായിരുന്നു. ഇയാള് സരയൂ നദിയിലേക്ക് പ്രായമില്ലാത്ത കുട്ടികളെയൊക്കെ എടുത്തിടും. എന്നിട്ട് അവിടെ കിടന്ന് മരിക്കുന്നത് കാണുമ്പോൾ ആനന്ദിക്കും, കൈകൊട്ടിച്ചിരിക്കും. തന്നെക്കാൾ ബലം കുറഞ്ഞവരെല്ലാവരും നദിയിലിട്ട് കൊല്ലുകയായിരുന്നു ഈ അസമഞ്ജസന്റെ ഒരു വിനോദം.
ഇയാളിങ്ങനെ വളർന്നു വരും തോറും നാട്ടിൽ മറ്റു വലിയ കലാപവും ആളുകൾക്ക് ഭയവുമായി. അങ്ങനെ ഇയാൾ കല്യാണമൊക്കെ കഴിച്ച് ഇരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ സഗരൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇയാളെ കൊണ്ട് ശല്യം മൂത്തിരിക്കുകയാണ്, ഈ അസമഞ്ജസനെ അങ്ങ് തന്നെ രാജാവ് തന്നെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് അസമഞ്ജസനെ നാട് കടത്തുകയാണ്. അപ്പോൾ അസമഞ്ജസന് ഒരു പുത്രനുണ്ടായിരുന്നു, അവൻ്റെ പേര് അംശുമാൻ എന്നായിരുന്നു. അംശുമാൻ. അപ്പോൾ ഈ അംശുമാൻ ഇങ്ങനെ കൊട്ടാരത്തിൽ കഴിയുന്ന സമയത്താണ് ഈ അസമഞ്ജസനെ നാട് കടത്തുന്നു. അങ്ങനെ നാട് കടത്തുന്ന ആ അവസരത്തിൽ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള സുമതിയിൽ 60,000 മക്കളുണ്ടാകും. ഈ 60,000 മക്കളും വളർന്നു വലുതായി അവരും വലിയ വീരശൂര പരാക്രമയായിട്ടിരിക്കുന്ന സമയത്താണ് സഗരൻ ഒരു അശ്വമേധ യാഗം നടത്താൻ തീരുമാനിക്കുകയാണ്. ഈ അശ്വമേധ യാഗത്തിൻ്റെ പ്രത്യേകത, അശ്വമേധ യാഗം നടത്തി കഴിഞ്ഞാൽ ദേവേന്ദ്ര പദവി കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് ദേവേന്ദ്രൻ ആര് അശ്വമേധ യാഗം നടത്തിയാലും അത് മുടക്കാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ അശ്വത്തെ അഴിച്ചുവിട്ടപ്പോൾ ദേവേന്ദ്രൻ ആ അശ്വത്തെ കവർന്നെടുത്ത് കൊണ്ടുപോയി പാതാളത്തിൽ കൊണ്ടുപോയി കെട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഗരൻ യാഗം ആരംഭിക്കുകയും ചെയ്തു. അശ്വത്തെ കാണുന്നുമില്ല. അശ്വം പൂർത്തിയാക്കിയില്ലെങ്കിൽ, അശ്വമേധ യാഗം പൂർത്തിയാക്കിയില്ലെങ്കിൽ ഭൂമിയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. രാജാവിന് ദോഷം വരും, പ്രജകൾക്ക് ദോഷം വരും. അതുകൊണ്ട് മഹർഷിമാരെല്ലാവരും കൂടെ പറഞ്ഞ് എങ്ങനെയെങ്കിലും അശ്വത്തെ കണ്ടെത്തി ഈ യാഗം നടത്തിയേ പറ്റും. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഈ 60,000 മക്കളെ സഗരൻ ഈ അശ്വത്തെ കണ്ടെത്താനായിട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ മക്കളെല്ലാവരും കൂടെ ഭൂമിയിൽ കുഴിക്കാൻ തുടങ്ങി. ഭൂമിയിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നറിയാൻ. അങ്ങനെ ഭൂമി കുഴിക്കുന്ന സമയത്ത് ഭൂമിയിലെ ജീവജാലങ്ങൾക്കൊക്കെ ഭയമായി. ഭൂമി പലയിടത്തും കുളമായി. അവിടെ പാമ്പുകളും മറ്റ് ജീവജാലങ്ങളും അതുപോലെ തന്നെ രാക്ഷസന്മാരും ഭൂമിയുമൊക്കെ കലങ്ങി മറിയാനും ഒക്കെ തുടങ്ങിയപ്പോൾ ആ അവസരത്തിൽ ബ്രഹ്മാവ് പറഞ്ഞു, ഇവിടെ നിങ്ങൾ കുഴിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കും. അങ്ങനെ ഈ സഗരൻ്റെ 60,000 മക്കളും പാതാളത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പാതാളത്തിൽ പലയിടത്തും അന്വേഷിച്ചപ്പോഴാണ് ഒരു ഗുഹയിൽ ഒരു മഹർഷി ഇരുന്ന് തപസ് ചെയ്യുന്നതിൻ്റെ അരികിൽ. ആ മഹർഷിയുടെ പേര് കപിലവാസുദേവൻ എന്നാണ്. കപില മഹർഷി എന്ന് പറയും. ആ മഹർഷിയുടെ അരികിൽ ചെന്നപ്പോൾ മഹർഷി കഠിനമായ തപസ്സിലാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ മഹർഷിയാണ് ഇവരെ കുതിരയെ തട്ടിക്കൊണ്ടുവന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈ സഗരൻ്റെ 60,000 മക്കൾ ഇങ്ങനെ പറയുകയാണ്, ഈ കള്ളസന്യാസി ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ കുതിരയെ തട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്, ഇവൻ സന്യാസിയാണെന്ന് അഭിനയിക്കുകയാണ്, ഇവൻ യഥാർത്ഥ സന്യാസിയല്ല, ഇവനെ കള്ളനാണ്, ഇവനെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് കേട്ട് ഈ കപില മഹർഷിക്ക് കോപമുണ്ടായി. മഹർഷിമാർക്ക് കോപമുണ്ടായ ഉടനെ ശപിക്കും, അല്ലെങ്കിൽ ശപിച്ച് ഭസ്മമാക്കും. അങ്ങനെ ഈ 60,000 മക്കളെയും സഗരൻ്റെ മക്കളെയും ശപിച്ച് ഭസ്മമാക്കി. അങ്ങനെ ഭസ്മമാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സഗരൻ ഈ കുതിരയെ അന്വേഷിച്ചു പോയ മക്കൾ തിരികെ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്, കാണുന്നില്ല. അങ്ങനെ സഗരൻ തൻ്റെ പുത്രൻ്റെ പുത്രനെ, അതായത് അസമഞ്ജസന്റെ പുത്രനായ അംശുമാനെ നേരെ ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ഈ മക്കളെ അന്വേഷിക്കാൻ. അങ്ങനെ അംശുമാൻ ചെല്ലുമ്പോൾ കുതിരയായി കെട്ടിയിരിക്കുന്നു. കുതിരയുടെ അടുത്തായിട്ട് പാതാളത്തിൽ ഈ കപില മഹർഷി ഇരുന്ന് തപസ് ചെയ്യുകയാണ്. അംശുമാൻ അവിടെ കാത്തുനിന്നു. മഹർഷി ഉണരുന്നത് വരെ കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ആ മഹർഷി കണ്ണ് തുറന്നപ്പോൾ അംശുമാൻ ആ മഹർഷിയെ പ്രാർത്ഥിച്ച് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഞാൻ അംശുമാനാണ്, എൻ്റെ ജ്യേഷ്ഠന്മാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അവരെ കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മഹർഷി പറഞ്ഞു, ഞാൻ അവരെ ശപിച്ച് ഭസ്മമാക്കി. അവർക്ക് ശാപമോക്ഷം കിട്ടണമെങ്കിൽ ഗംഗാ നദിയിൽ അവരെ കുളിപ്പിക്കണമെന്ന് പറഞ്ഞു. ആ ഭസ്മത്തെ, ആ ചാരത്തെ കുളിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കിട്ടിയ കുതിരയുമായിട്ട് അശ്വമേധ യാഗം മുഴുവിപ്പിക്കാനായിട്ട് ഈ മഹർഷിയുടെ അരികിൽ നിന്ന് അംശുമാൻ ഭൂമിയിലേക്ക് വരികയും അശ്വമേധയാഗം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. പക്ഷേ അശ്വമേധയാഗം പൂർത്തിയാക്കിയെങ്കിലും ഈ സഗരൻ തൻ്റെ മക്കൾക്ക് ശാപമോക്ഷം കിട്ടുവാൻ ഗംഗാജലം വേണമെന്ന് പറഞ്ഞത് സാധിക്കാൻ പറ്റിയില്ല. അങ്ങനെ സഗരന് ശേഷം അംശുമാൻ അധികാരത്തിലെത്തി. ഈ അംശുമാൻ അധികാരത്തിലെത്തിയെങ്കിലും അംശുമാനും ഗംഗാ നദിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും അതൊക്കെ പല രൂപത്തിൽ മുടങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അംശുമാന് പുത്രനുണ്ടായ ദിലീപൻ. ആ ദിലീപന് ഇത് തൻ്റെ പൂർവികർക്ക് മോക്ഷം കൊടുക്കണമെന്നുണ്ടെങ്കിലും ദിലീപൻ തപസ് ചെയ്തെങ്കിലും ആ ദിലീപൻ്റെ തപസ്സും വിജയിച്ചില്ല. ആ ദിലീപൻ്റെ പുത്രനായിരുന്നു ഭഗീരഥൻ. ഭഗീരഥൻ അടുത്ത രാജ്യാവകാശിയായിട്ട് ഭരണം തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ വന്നു. തൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നില്ല, അവർക്ക് മോക്ഷം കൊടുത്തേ പറ്റൂ. അങ്ങനെ ആ ഭഗീരഥൻ നേരെ
ഹിമാലയത്തിലേക്ക് പോയി ബ്രഹ്മാവിനെ കഠിനമായ തപസ് ആരംഭിച്ചു. അങ്ങനെ തപസ്സിൻ്റെ അവസാനം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് പറഞ്ഞു, ഗംഗാ നദിയെ സ്വർലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് കഴിയും. അതിന് ഒരു കുഴപ്പമുണ്ട്. കുഴപ്പമെന്ന് പറഞ്ഞാൽ ഗംഗാ നദി സ്വർലോകത്തുകൂടെ ഒഴുകുന്ന നദിയാണ്. ആ നദി പാതാളത്തിലേക്ക് ഭൂമിയിലേക്ക് വന്ന് വീണാൽ ഭൂമി പാതാളമായി പോകും. ഭൂമിക്ക് അതിൻ്റെ ശക്തിയെ താങ്ങാൻ പറ്റില്ല, വെള്ളത്തിൻ്റെ ആ ശക്തിയെ താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ശിവനെ പ്രാർത്ഥിക്കണം, ശിവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഭഗീരഥൻ കഠിനമായ തപസ് വീണ്ടും ശിവനെ ആരംഭിച്ച് ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ പറഞ്ഞു, ഞാൻ ഗംഗാ നദിയെ ഭൂമിക്ക് വിഘാതമുണ്ടാക്കാതെ ഭൂമിയിലെത്തിക്കാമെന്ന്. അങ്ങനെ ഹിമാലയത്തിൻ്റെ ഉത്തുംഗ നെറുകയിൽ കയറി ശിവൻ നിൽക്കുമ്പോൾ ഗംഗാനദി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിലേക്ക് പതുക്കെ ഒഴുകാൻ തുടങ്ങി. ഭഗീരഥൻ ഇത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒഴുകാൻ തുടങ്ങിയ സന്ദർഭത്തിൽ ഗംഗാനദിക്കൊരു അഹങ്കാരം, ഗർവ്. ഞാൻ സ്വർലോക നദിയാണ്, ഈ ഭൂമിയിലേക്ക് വീഴുമ്പോൾ ശിവന്റെ സാന്നിധ്യത്തിന് എന്താണ് സ്ഥാനം? അല്ലെങ്കിൽ ശിവനെ താൻ നോക്കേണ്ടതുണ്ടോ? ഭൂമിയിലുള്ള ആളുകൾ തന്നെ കണ്ടത് പേടിക്കട്ടെ എന്ന് കരുതിയിട്ട് ആ ഗർവോടുകൂടിയാണ് ഒഴുകുന്നത്. ഇത് മനസ്സിലാക്കിയ ശിവൻ നേരെ തൻ്റെ ജട കാണിച്ചു കൊടുത്തു. ആ ജടയിലേക്ക് വീഴുന്ന ഗംഗാനദിയെ ആരും കാണുന്നില്ല. ജടയിലേക്ക് വീഴുന്ന ഗംഗാനദി മുഴുവൻ വറ്റി 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 പോവുകയാണ്. അപ്പോൾ ഗംഗാനദിക്ക് മനസ്സിലായി ഇത് അപകടമാണ്, താൻ വറ്റി വറ്റി അവസാനം താൻ ഇല്ലാതെയാവും. ദേവന്മാർക്ക് മനസ്സിലായ ശിവന് കോപം വന്നാൽ അപകടമാണ്, ഗംഗാനദി സ്വർഗത്തിലും ഉണ്ടാകത്തില്ല, ഭൂമിയിലും ഉണ്ടാകത്തില്ല, പാതാളത്തിലും ഉണ്ടാകില്ല. അവസാനം ബ്രഹ്മാവ് ദേവന്മാരെല്ലാവരും കൂടെ അഭ്യർത്ഥിച്ചു, ഗംഗാനദിയെ അങ്ങയുടെ ശിരസിൽ നിന്ന് ജടയിൽ നിന്ന് മോചിപ്പിക്കണം. അങ്ങനെ ഗംഗാനദിയെ ദേവന്മാരുടെ നിർദ്ദേശപ്രകാരവും ഭഗീരഥൻ്റെ അഭ്യർത്ഥന പ്രകാരവും ശിവൻ മോചിപ്പിക്കുകയും തൻ്റെ ശിരസിൽ നിന്ന് 7 കൈവഴികളായിട്ട് ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കി. 3 പടിഞ്ഞോട്ടും 3 കിഴക്കോട്ടും, 1 ഭഗീരഥൻ സഞ്ചരിക്കുന്ന കുതിരയുടെ പുറത്തും കുതിരയുടെ പുറകെയും. അങ്ങനെ സഞ്ചരിച്ച് 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 പാതാളത്തിലെത്തുകയും ആ പാതാളത്തിലെത്തി ഈ ശിഷ്യന്മാർക്ക്, അദ്ദേഹത്തിൻ്റെ പിതൃക്കൾക്ക് മോക്ഷം കൊടുത്തു. അങ്ങനെ ഗംഗാനദി സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഒഴുകി തീർന്ന ഗംഗാനദിയുടെ കഥ വിശ്വാമിത്ര മഹർഷി രാമനോട് പറഞ്ഞു. ഈ കഥ കേട്ടിട്ടാണ് രാമൻ പറഞ്ഞത്, എത്ര രോമാഞ്ചജനകമായ കഥ, ഇത്തരം കഥകൾ ഇനിയും എനിക്ക് പറഞ്ഞു തരണേ എന്ന് അഭ്യർത്ഥിച്ചു. ഇത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞത്, നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കൈവഴികളെല്ലാം കൃത്യമായി കിട്ടിയോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും കൂടുതൽ വായനകൾ നടക്കട്ടെ, കൂടുതൽ ചർച്ചകൾ നടക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിലൂടെ ലഭിക്കുന്നുണ്ട്. പലരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, സന്തോഷം. ചില വ്യക്തത വരുത്തുവാൻ വേണ്ടി ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അതിന് ഉത്തരം ഞാൻ തരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഇത്രയും ദിവസം ഈ രാമായണ കഥാമൃതത്തിലെ രാമകഥകൾ പറഞ്ഞ് എൻ്റെ വ്യാഖ്യാനങ്ങളും വായിച്ചറിഞ്ഞ അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. രാമൻ കേട്ട രോമാഞ്ചജനകമായ കഥകൾ കൂടി കേൾക്കുക. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.